എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 40, ശ്ലോകം 23, 24, 25, 26, 27, 28, 29, 30. 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 8 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 40ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അക്രൂരന്റെ സ്തുതി ഇതാ അവസാനിപ്പിക്കുന്നു. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് വിരമിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. ഭഗവൻ ജീവലോകോയം മോഹിതസ്തവ മായയാ അഹം മമേത്യസത്ഗ്രാഹോ ഭ്രാമ്യതേ കർമ്മവർമസു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അപാരമായ മായയാൽ മോഹിക്കപ്പെട്ട ഈ പ്രാണിലോകം ഞാൻ, എന്റെ എന്നീ വിധം അതിതുച്ഛമായിരിക്കുന്ന ദേഹത്തിലും പിന്നെതാ ധനപുത്രാദികളിലും അഭിമാനത്തോടു കൂടിയവനായിട്ട് വിഷയാദികളെ സമ്പാദിക്കാനുള്ള ഉപായങ്ങളിൽ കിടന്നിങ്ങനെ ചുറ്റിത്തിരിയാണ്. അതേ വിധത്തിൽ അങ്ങയുടെ മായയാൽ മോഹിതനായിരിക്കുന്ന എന്നെയും ആ വിധം വരയ്ക്കാതെ മായയിൽ നിന്ന് വിടർത്തി പദാരവിന്ദങ്ങളിൽ ചേർക്കണമേ. ഇതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെയുള്ള ശ്ലോകങ്ങളൊക്കെ ഇതിൽ ചേർത്തിരിക്കുന്നത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മളെല്ലാം മായയിൽ പെട്ടിങ്ങനെ കിടക്കുക അല്ലെ. എത്രയോ ശ്ലോകങ്ങളില് എത്രയോ സന്ദർഭങ്ങളില് ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വ്യാസഭഗവാൻ. ഇനിയെങ്കിലും അതിൽ നിന്ന് മുക്തനായിട്ട് ഭഗവാനെ ഭജിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അഹം ചാത്മാത്മജാകാരധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢ സത്യധിയാ വിഭോ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മായയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞാനും മോഹിതനായിരിക്കുന്നു. എന്റെ മോഹത്തെ തീർത്ത് പരിശുദ്ധനാക്കണേ എന്നതാ അക്രൂരൻ ഭഗവാനോട് 4 ശ്ലോകങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മായാമോഹിതനായി പരമസങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്ന എന്നെ കരകയറ്റുവാൻ അങ്ങ് തന്നെയാണ് സമർത്ഥൻ എന്ന് കാണിക്കാനായിട്ട് അല്ലയോ സർവസമർത്ഥ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. വിഭോ എന്ന്. ഞാനും ഈ ക്ഷണഭംഗുരങ്ങളാകയാൽ സ്വപ്നതുല്യങ്ങളായിരിക്കുന്ന ദേഹം, പുത്രന്മാര്, ഗൃഹം, ഭാര്യ, ധനം, ബന്ധുക്കള് മുതലായവകളിൽ അറിവില്ലാത്തവനായിട്ട് അവ ഒരിക്കലും നശിക്കാത്തവയാണെന്നുള്ള വിശ്വാസത്തോടെ ഞാനെന്നും എന്റേതെന്നും ഭാവത്തെ വെച്ചുകൊണ്ട് ജനന മരണരൂപമായ ഈ സംസാര സമുദ്ര ചുഴികളിൽ അകപ്പെട്ട് വട്ടം ചുറ്റി തിരിയണു. ഇതൊക്കെ നമ്മുടെ കാര്യം തന്നെ പറയണത് അല്ലെ. അനിത്യാനാത്മദുഃഖേഷു വിപര്യമതിർഹ്യഹം ദ്വന്ദ്വാരാമസ്തമോ വിഷ്ടു ജാനേ ത്വാത്മനപ്രിയം. നശിച്ചു പോണതായിട്ടുള്ള ഈ ദേഹാദികള് നശിക്കാത്തവയെന്നും ആത്മാവല്ലാത്തവയില് ആത്മാവെന്നും ദുഃഖങ്ങളെ തരുന്നവയെ സുഖത്തെ തരുന്നവയെന്നും വിപരീത ബുദ്ധിയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സുഖദുഃഖാദികളിൽ രമിക്കുന്നവനായി അജ്ഞാനാവൃതനായിട്ട് ആത്മാവിന് നിരതിശയ പ്രീതി വിഷയസ്വരൂപനായിരിക്കുന്ന അങ്ങയെ അറിയുന്നില്ല. ഇതന്നെയാണ് നമ്മുടെയൊക്കെ കാര്യം. നമുക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളത് ഇത് തന്നെയാണ് അല്ലെ. യഥാബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുൽഭവൈ അഭ്യേതി മൃഗതൃഷ്ണാം വൈ തദ്വത്വാഹം പരാങ്മുഖ. അറിവില്ലാത്തവൻ എപ്രകാരം വെള്ളം കുടിക്കാൻ ആഗ്രഹത്തോടും കൂടി അലയുമ്പോ വെള്ളത്തിൽ നിന്നുണ്ടായി അതിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന പുല്ലുകളാൽ മറയ്ക്കപ്പെട്ട ജലാശയത്തെ ഉപേക്ഷിച്ച് ജലം പോലെ തോന്നുന്ന മരുഭൂമിയിലുള്ള മരീചികയെ നോക്കിയിട്ട് വെള്ളമെന്ന് വിചാരിച്ച് ഓടുന്നുവോ, അപ്രകാരം പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന അങ്ങയെ ഉപേക്ഷിച്ച് ആഭാസ വിഷയസുഖങ്ങളിൽ ആസക്തനായിട്ട്
ഞാൻ അലയുന്നു. നോത്സകേകം കൃപണധീ കാമകർമ്മഹതം മന രോദ്ധും പ്രമാധിഭിശ്ചാക്ഷേ ഹ്രിയമാണമിതസ്തത. അറിയേണ്ടുന്നവയെ അറിയാൻ കഴിയാതെ ബുദ്ധികെട്ടവനായ ഞാൻ കാമകർമ്മങ്ങളാൽ കലുഷിതമായും അതിബലശാലികളായ ഇന്ദ്രിയങ്ങളാൽ ചലിക്കപ്പെടുന്നതുമായിരിക്കുന്ന മനസ്സിനെ പിടിച്ചടക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ അതിന് സമർത്ഥനല്ല പ്രഭു. പറയുന്നു, സോഹം തവാങ്കൃപഗതോസ്മ്യസതാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹൈശമന്യേ പുംസോ ഭവേൽ യർഹി സംസരണാപവർഗ അബ്ജനാഭ സതുപാസനയാ മതിസ്യാൽ. അങ്ങനെയുള്ള ഞാൻ അസത്തുക്കൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത അങ്ങയുടെ പാദകമലത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അല്ലയോ രക്ഷിതാവേ, അങ്ങനെ ശരണം പ്രാപിക്കാൻ ഇടവന്നത് അങ്ങയുടെ അനുഗ്രഹ വിശേഷം തന്നെയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബ്രഹ്മദേവനും കൂടി ഉൽപ്പത്തി സ്ഥാനമായ അല്ലയോ പത്മനാഭ. എന്തുകൊണ്ടെന്നാൽ സംസാരികൾക്ക് എപ്പോൾ സജ്ജന സംസർഗം ഉണ്ടാകുന്നുവോ അപ്പോ അങ്ങയില് ഭഗവത് ഭക്തി ഉത്ഭവിക്കുന്നു. എപ്പോ ഭക്തി ജനിച്ചുവോ അപ്പോൾ സംസാര ദുഃഖ ശമനവും ഉണ്ടാകുന്നു. എന്നാൽ ഞാനാവട്ടെ അങ്ങയുടെ അനുഗ്രഹ വിശേഷം കൊണ്ട് അങ്ങയുടെ ദർശന സ്പർശനാദി സുഖം സിദ്ധിച്ചവനാകയാൽ നിശ്ചയമായും മോക്ഷത്തിന് അർഹനായി തീർന്നിരിക്കുന്നു. ഞാനാണ് ഏറ്റവും ഭാഗ്യം. എനിക്ക് അങ്ങയുടെ ദർശനം മാത്രമല്ല സ്പർശനം സുഖം കൂടി ലഭിച്ചു. പിന്നെ എനിക്ക് മോക്ഷം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് സ്തുതിക്കുകയാണ് ആ ക്രൂരൻ. പിന്നെതാ ഭഗവാനെ നമസ്കരിക്കുന്നു ആ ക്രൂരൻ. നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശ പ്രധാനായ ബ്രഹ്മണേ അനന്തശക്തേ. വിഷയസംബന്ധമില്ലാത്ത ആത്മസാക്ഷാത്കാരമാകുന്ന വിജ്ഞാന സ്വരൂപനായും ചക്ഷുരാധികരണങ്ങളിൽ കൂടി സിദ്ധിക്കുന്ന സകല പദാർത്ഥങ്ങളുടെ ജ്ഞാനത്തിനെല്ലാം കാരണമൂർത്തിയായും പ്രകൃതി, കാലം, പുരുഷൻ എന്നീ 3 വിധ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നവനായും അവയിൽ നിന്ന് അന്യമായ ബ്രഹ്മസ്വരൂപനായും സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവാകയാൽ അനന്ത ശക്തിമാനുമായിരിക്കുന്ന ഇന്ദിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഹൃഷീകേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. സർവചരാചരങ്ങൾക്ക് നിവാസസ്ഥാനമായും ഇപ്പോ വസുദേവപുത്രനായി അവതരിച്ചും സർവേന്ദ്രിയ രക്ഷകനായും പ്രഭുവായും ഇരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങ് ശരണാഗതനായിരിക്കുന്ന എന്നെ സംസാര ഭയത്തിൽ നിന്നും രക്ഷിക്കണമേ. നമുക്കും ഇത് തന്നെയാണ്, അക്രൂരന്റെ പ്രാർത്ഥന തന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർത്ഥേ അക്രൂരസ്തുതിർനാമ ചത്വാരിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 40-ാമത്തെ അധ്യായം ആ രാമകൃഷ്ണന്മാരുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.